നോക്കാം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ അനുകൂലികളുടെ ഗ്രൂപ്പ് യോഗം വിളിച്ച് കെ സുധാകരൻ വൈകിട്ട് 5 മണിക്ക്. ഇന്നിപ്പോൾ അല്പസമയത്തിനകം ആ യോഗം കണ്ണൂരിലെ കോൺഗ്രസ് നേതാക്കളുടെ യോഗം നടക്കും എന്നാണ് അറിയുന്നത്. കെ സുധാകരന്റെ വീട്ടിലായിരിക്കും ആ യോഗം ചേരുക. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. അജീഷ്, യോഗം വിളിക്കുന്നു കെ സുധാകരൻ. കെ സുധാകരനാണ് ആദ്യം ഈ മുതിർന്ന നേതാക്കളിൽ ചില ആളുകളുടെ പേരൊക്കെ പറഞ്ഞു, ഇന്നയാൾ മുഖ്യമന്ത്രി ആകട്ടെ എന്ന് പറഞ്ഞൊക്കെ രംഗത്തെത്തിയ ആൾ. പിന്നീട് അദ്ദേഹം അത് മാറ്റി മറ്റൊരാളുടെ പേര് പറഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ തർക്കം രൂക്ഷമായതോടെ ഗ്രൂപ്പ് യോഗം വിളിക്കുമ്പോൾ ആർക്കാണ് അനുകൂലം കെ സുധാകരൻ ക്യാമ്പിന്റെ നീക്കങ്ങൾ? കെ സുധാകരന്റെ വീട്ടിലാണ്, കണ്ണൂർ നടാലിലുള്ള വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പം അദ്ദേഹം ഈ വീടിനകത്ത് തന്നെയുണ്ട്. ഈ ഡൽഹിക്ക് അടിയന്തരമായി അദ്ദേഹത്തെ വിളിപ്പിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം കോഴിക്കോട് പോകുമെന്നാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ അറിയിക്കുന്നത്. എന്തായാലും അടിയന്തരമായി ഈ യോഗം വിളിച്ചത് ഈ കെ സി വേണുഗോപാലിന് നിർബാധം ഈ പിന്തുണ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അടുത്ത അനുയായികളുടെ യോഗം വിളിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈകിട്ട് 5 മണിക്കായിരുന്നു ഈ യോഗം നിശ്ചയിച്ചിരുന്നത്. ഈ KSU, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, ഒപ്പം തന്നെ ഈ DCC സംസ്ഥാന KPCC ഭാരവാഹികൾ, കണ്ണൂരിൽ നിന്നുള്ള ഭാരവാഹികളുടെ യോഗമായിരുന്നു വിളിച്ചിരുന്നത്. എന്നാൽ ഈ അടിയന്തരമായി ഡൽഹിക്ക് പോകാനുള്ള നിർദ്ദേശം കിട്ടിയതിനാൽ യോഗം മാറ്റിവെക്കുകയായിരുന്നു. വൈകിട്ട് 5 മണിക്കായിരുന്നു യോഗം നിശ്ചയിച്ചിരുന്നത്. ഇപ്പോൾ ഈ പ്രവർത്തകർക്ക് തന്നെ ഈ യോഗത്തിൽ എത്താൻ നിർദ്ദേശം കിട്ടിയവർക്ക് തന്നെ ഇപ്പോൾ ഇന്ന് എത്തണ്ട എന്നുള്ളൊരു നിർദ്ദേശം ഇവിടുന്ന് പോയി കഴിഞ്ഞു. ഇനി ഡൽഹിക്ക് പോയി അവിടുത്തെ ചർച്ചകൾക്ക് കഴിഞ്ഞ ശേഷം തിരിച്ചെത്തിയ ശേഷമായിരിക്കും ഇനി അടുത്ത ഈ യോഗം ചേരുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ തീയതിയൊക്കെ പിന്നീട് അറിയിക്കാമെന്നാണ്. എന്തായാലും KC വേണുഗോപാലിന് പരസ്യമായി തന്നെ നേരത്തെ കെ സുധാകരൻ പിന്തുണ അറിയിച്ചതാണ്, അദ്ദേഹം മുഖ്യമന്ത്രിയായി വരട്ടെ എന്നുള്ളത്. ആ പിന്തുണ കോൺഗ്രസിന്റെ നേതാക്കൾ കൂടി ഉറപ്പാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് യോഗം അദ്ദേഹം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചത്. എന്തായാലും ഇന്ന് വൈകിട്ട് 5 മണിക്കായിരുന്നു ഗ്രൂപ്പ് യോഗം തീരുമാനിച്ചിരുന്നത്. ഇതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾക്ക് പോയിരുന്നു. KSU, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് അടക്കമുള്ള നേതാക്കൾക്ക് കിട്ടിയിരുന്നു. കണ്ണൂരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കെ സുധാകരന്റെ വിശ്വസ്തരായിട്ടുള്ള നേതാക്കൾക്കാണ് ഈ ഗ്രൂപ്പ് യോഗത്തിൽ ക്ഷണം കിട്ടിയത്. പക്ഷേ അദ്ദേഹത്തിന് അടിയന്തരമായി ഡൽഹിക്ക് പോകേണ്ടതിനാൽ ഇന്ന് യോഗം നടത്തേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇത് മാറ്റിവെക്കുകയായിരുന്നു. എന്തായാലും ഡൽഹിയിൽ പോയി മടങ്ങി വന്ന ശേഷമായിരിക്കും ഇനി യോഗം ചേരുക. എന്തായാലും KC വേണുഗോപാലിന് കണ്ണൂരിൽ നിന്നുള്ള പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു ഗ്രൂപ്പ് യോഗം കെ സുധാകരൻ വിളിച്ചു ചേർത്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.